കണ്ണാടിയിൽ ആദ്യത്തെ നരച്ച മുടി കാണുമ്പോൾ നിങ്ങൾ കരുതും പ്രായമായി. പക്ഷേ സത്യമതല്ല. സലൂണുകളിൽ മുടി ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കെമിക്കൽ നിങ്ങളുടെ സ്വന്തം തലച്ചോർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മുടിയെ ഉള്ളിൽ നിന്ന് തന്നെ ബ്ലീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം നിങ്ങൾ അനുഭവിച്ച ഉറക്കമില്ലാത്ത രാത്രികൾ, ജോലിസ്ഥലത്തെ സമ്മർദ്ദം, തീർക്കാനാകാത്ത സാമ്പത്തിക ഭാരം, ഇതൊക്കെ നിങ്ങളുടെ തലയിൽ മാത്രമല്ല ഉള്ളത്. ഇത് നേരെ നിങ്ങളുടെ മുടിയുടെ വേരുകളിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. മുടി നരയ്ക്കൽ വെറും ഒരു ഭംഗിയുടെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് അയക്കുന്ന ഒരു വാർണിംഗ് ലൈറ്റ് ആണ്. ആ ലൈറ്റ് എന്താണ് പറയുന്നത്? അത് കാണാതെ പോയാൽ എന്ത് സംഭവിക്കും? ഇന്ന് നമ്മൾ സെല്ലുലാർ ലെവലിൽ, അതായത് കോശങ്ങളുടെ തലത്തിൽ നിന്നും അത് മനസ്സിലാക്കാൻ പോകുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി ഈ രാസപ്രവർത്തനത്തെ എങ്ങനെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മുടിയുടെ പഴയ നിറം തിരികെ കൊണ്ടുവരാം എന്നതിലേക്കും നമ്മളെത്തും. നമ്മളുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം തലയോട്ടിയിലെ മുടിയുടെ വേരുകളെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആദ്യം ശരീരത്തിന്റെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്താണെന്ന് തിരിച്ചറിയണം. പണ്ട് കാട്ടിലൊരു സിംഹം പെട്ടെന്ന് മുന്നിൽ വന്നാൽ ശരീരം സ്വയരക്ഷയ്ക്കായി പെട്ടെന്നൊരു എമർജൻസി സ്റ്റേറ്റിലേക്ക് മാറും. ഒന്നുകിൽ പോരാടണം, അല്ലെങ്കിൽ ജീവനും കൊണ്ടോടണം. അപ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പൂർണ്ണമായും സജീവമാകും. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് സിംഹങ്ങൾക്ക് പകരം വരുന്നത് അടക്കാൻ ബാക്കിയുള്ള ലോൺ, ഓഫീസ് ഡെഡ്ലൈൻ, കുടുംബത്തിലെ വഴക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മുടെ തലച്ചോറിന് ഈ വ്യത്യാസം അറിയില്ല. എല്ലാ ഭീഷണികളെയും അത് ഒരുപോലെയാണ് കാണുന്നത്. ഈ എമർജൻസി സമയത്ത് ശരീരം നോറെപ്പിനെഫ്രൈൻ എന്നൊരു രാസവസ്തു വലിയ തോതിൽ പമ്പ് ചെയ്യാൻ തുടങ്ങും. നോറെപ്പിനെഫ്രൈൻ ഒരു എമർജൻസി മെസ്സഞ്ചറാണ്. അത് ഹൃദയമിടിപ്പ് കൂട്ടുകയും പേശികൾക്ക് ഓക്സിജൻ കൊടുക്കുകയും തലച്ചോറിനെ ഏറ്റവും ഉയർന്ന ജാഗ്രതയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. ശരീരം അപ്പോൾ പറയുന്നത് ഇതാണ്: ഇപ്പോൾ ജീവൻ രക്ഷിക്കുക, ബാക്കിയെല്ലാം പിന്നീട് നോക്കാം. നോറെപ്പിനെഫ്രൈൻ ഒരു രക്ഷകനായി വന്ന് നമ്മെ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അമിതമായ പ്രവാഹം മുടിയിലെ മെലാനിൻ ഫാക്ടറികളെ അബദ്ധത്തിൽ നശിപ്പിക്കാനിടയാക്കുന്നു. മുടിയുടെ വേരുകളിൽ മെലാനോസൈറ്റ് സ്റ്റെം സെൽസ് എന്നൊരു സംവിധാനമുണ്ട്. ഇതാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ. നോറെപ്പിനെഫ്രൈൻ ഈ ഫാക്ടറികളിലെ സെല്ലുകളെ അമിതമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഒരു സംശയം വരാം: ഫാക്ടറി കൂടുതൽ പ്രവർത്തിച്ചാൽ കൂടുതൽ മെലാനിൻ ഉണ്ടാകില്ലേ? മുടി കൂടുതൽ കറുക്കില്ലേ? പക്ഷെ ജീവശാസ്ത്രത്തിന് ഒരു പ്രധാന പരിധിയുണ്ട്. ഈ സെല്ലുകൾക്ക് അനന്തമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവയ്ക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. നോറെപ്പിനെഫ്രൈൻ തുടർച്ചയായി ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഈ സെല്ലുകൾ അസാധാരണമായ വേഗത്തിൽ വിഭജിക്കാൻ തുടങ്ങും. വർഷങ്ങളെടുത്ത് പതിയെ നടക്കേണ്ട പ്രക്രിയ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ സെല്ലുകൾ പെട്ടെന്ന് തളരുകയും പൂർണ്ണമായും നശിക്കുകയും ചെയ്യും. അതായത് ആ ഫോളിക്കിളിലെ മുടിക്ക് നിറം നൽകുന്ന ഫാക്ടറി എന്നേക്കുമായി പൂട്ടുന്നു. അമിത സമ്മർദ്ദം കാരണം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ പരിഭ്രാന്തരായി ഓവർ ടൈം വർക്ക് ചെയ്ത് സ്വന്തം നാശം വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ മെലാനിൻ ഫാക്ടറി പൂട്ടുന്നത് ഒരു വശം മാത്രം. നോറെപ്പിനെഫ്രൈൻ അതിന്റെ എമർജൻസി ജോലി കഴിഞ്ഞ് വിഘടിക്കുമ്പോൾ അവിടെ ഒരു അപകടകരമായ ഉപോൽപ്പന്നം ഉണ്ടാകുന്നുണ്ട്: ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് സാവധാനം തലയോട്ടിയിൽ അടിഞ്ഞുകൂടി മുടിയുടെ വേരുകളിൽ നേരിട്ട് ബ്ലീച്ചിങ് നടത്തുന്നു. ശരീരം മനഃപൂർവ്വം സ്വന്തം മുടിയെ ബ്ലീച്ച് ചെയ്യുന്നതല്ല. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ വളരെ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. കാറ്റലേസ്, ഗ്ലൂട്ടാത്തയോൺ തുടങ്ങിയ ആന്റി ഓക്സിഡന്റ് എൻസൈമുകൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കണ്ടെത്തി അതിനെ വെള്ളവും ഓക്സിജനുമാക്കി മാറ്റുന്നു. പക്ഷേ ക്രോണിക് സ്ട്രെസ്, അതായത് മാസങ്ങളോളമോ വർഷങ്ങളോളമോ നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം വന്നാൽ ഈ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകരുന്നു. തലച്ചോറ് നിരന്തരമായ ഭീഷണിയിലാണെന്ന് കരുതുമ്പോൾ ശരീരം മുഴുവൻ ഊർജവും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി തിരിച്ചുവിടുന്നു. അപ്പോൾ ആന്റി ഓക്സിഡന്റ് എൻസൈമുകൾ ഉണ്ടാക്കാൻ വിഭവങ്ങളോ സമയമോ അവശേഷിക്കുന്നില്ല. ഇതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഫാക്ടറി പൂട്ടുന്നു, മറുഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ബ്ലീച്ച് ബാക്കിയുള്ള സെല്ലുകളെ കൂടി ദഹിപ്പിച്ചു കളയുന്നു. പക്ഷേ പ്രശ്നം അവിടെയും തീരുന്നില്ല. സ്ട്രെസ് മുടിയെ ബ്ലീച്ച് ചെയ്യുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ പട്ടിണിക്കിടുകയും ചെയ്യുന്നു. ക്രോണിക് സ്ട്രെസ് വരുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്നു. ഇത് ശരീരം മുഴുവൻ വലിയ തോതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഏറ്റവും വലിയ പ്രത്യാഘാതം തലയോട്ടിയിലേക്കും ഹെയർ ഫോളിക്കിളുകളിലേക്കും പോകുന്ന ചെറിയ രക്തക്കുഴലുകളെ ഇത് വല്ലാതെ ചുരുക്കുന്നു. ഇതിനെ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് വിളിക്കുന്നു. രക്തയോട്ടം കുറയുന്നതോടെ ഓക്സിജനും പോഷകങ്ങളും മുടിയുടെ വേരുകളിലേക്ക് എത്തുന്നില്ല. കൂടാതെ സ്ട്രെസ്സിനോട് പൊരുതാൻ ശരീരം വൈറ്റമിൻ B12, കോപ്പർ, സിങ്ക് തുടങ്ങിയ പ്രധാന പോഷകങ്ങളെ അതിവേഗം ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യുന്നു.
ജീവശാസ്ത്രപരമായി ഇതൊരു വലിയ ട്രേഡ് ഓഫ് ആണ്. ഭീഷണി വരുമ്പോൾ ഹൃദയം, ശ്വാസകോശം, പേശികൾ, തലച്ചോർ ഇവയ്ക്കെല്ലാം മുൻഗണന നൽകുകയാണ് ശരീരം ചെയ്യുന്നത്. മുടി അപ്പോൾ താൽക്കാലികമായി അപ്രധാനമാകുന്നു. അതായത് സ്ട്രെസ് വരുമ്പോൾ തലയോട്ടിയിൽ ബ്ലീച്ചിങ് നടക്കുന്നു, ഫാക്ടറി അടച്ചുപൂട്ടുന്നു, രക്തക്കോലുകൾ ചുരുങ്ങി മുടി പട്ടിണിയിലാകുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും ഡാമേജ് ആയ ശേഷവും മുടിയുടെ നിറം തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങളുടെ ഹെയർ ഫോളിക്കിളുകൾ പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലെങ്കിൽ ശരീരത്തിന് ഇനിയും കറുത്ത മുടി വളർത്തിയെടുക്കാൻ കഴിയും. അതിന് ഒരു 4 സ്റ്റെപ്പുകളുള്ള റിക്കവറി പ്രോട്ടോകോൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, സ്ട്രെസ് സിഗ്നൽ ഓഫ് ചെയ്യുക. തലച്ചോറിൽ നിന്ന് വരുന്ന ആ അലാറം നിർത്തുക. അതിനുള്ള ശക്തമായ ശാസ്ത്രീയ മാർഗം ഡീപ്പ് ബെല്ലി ബ്രീത്തിങ്. നെഞ്ചുകൊണ്ട് ശ്വസിക്കുന്നതിന് പകരം വയറു നിറയെ സാവധാനം ശ്വസിക്കുക. കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ പിറകിലുള്ള സയൻസ് അത്യന്തം ശക്തമാണ്. നമ്മുടെ തലച്ചോറിനെയും ആന്തരികാവയവങ്ങളെയും ബന്ധിപ്പിക്കുന്ന വാഗസ് നെർവ് എന്നൊരു നാഡിയുണ്ട്. ഇത് നമ്മുടെ ഡയഫ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ സാവധാനം ആഴത്തിൽ വയറിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ഈ ഡയഫ്രം വികസിക്കുകയും അത് നിങ്ങളുടെ വാഗസ് നെർവിനെ ഭൗതികമായി തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഈ നെർവ് സജീവമാകുമ്പോൾ അത് തലച്ചോറിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തോട് ഒരു സന്ദേശം നൽകും. ഇപ്പോൾ പുറത്ത് അപകടമൊന്നുമില്ല, എല്ലാം സുരക്ഷിതമാണ്, അതുകൊണ്ട് ശാന്തമാകൂ എന്ന്. ഇതോടെ തലയോട്ടിയിലേക്ക് നോറെപ്പിനെഫ്രിൻ പുറന്തള്ളപ്പെടുന്നത് വലിയ അളവിൽ കുറയുന്നു. അതുവഴി ബ്ലീച്ചിങ്ങും നിൽക്കുന്നു. സ്ട്രെസ്സിൽ 2 തരമുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ക്രോണിക് സ്ട്രെസ്, മാസങ്ങളോളം നീളുന്ന ഭാരം. മറ്റൊന്ന് അക്യൂട്ട് സ്ട്രെസ്, അതായത് വളരെ ചെറിയ സമയത്തേക്ക് മാത്രം നീളുന്ന ഒരു ചെറിയ ഷോക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അക്യൂട്ട് സ്ട്രെസ് ആണ്. തണുത്ത വെള്ളം. ദിവസവും കുറച്ചു സമയം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ മുഖം കഴുകുക. ഇതുവഴി ആദ്യം രക്തക്കോലുകൾ ചുരുങ്ങും, പക്ഷേ ഉടൻ ശരീരം പവർഫുൾ റീബൗണ്ട് റിയാക്ഷൻ കാണിക്കും. രക്തക്കോലുകൾ വീണ്ടും വികസിക്കും. ഫോളിക്കിളുകളിലേക്ക് ബ്ലഡ്, ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒഴുകാൻ തുടങ്ങും. നെർവസ് സിസ്റ്റം റീസെറ്റ് ആകും. സ്ട്രെസ് കാരണം നഷ്ടപ്പെട്ട കോപ്പർ, സിങ്ക്, വൈറ്റമിൻ B12 തുടങ്ങിയവ ഭക്ഷണത്തിലൂടെ തന്നെ വീണ്ടെടുക്കുക എന്നതാണ് 3ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സപ്ലിമെന്റ് ഗുളികകൾ കഴിച്ചാൽ പോരെ എന്നൊരു സംശയം വരാം. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു, കോർട്ടിസോൾ കൂടുമ്പോൾ തലയോട്ടിയിലേക്കും ഹെയർ ഫോളിക്കിളുകളിലേക്കും പോകുന്ന ചെറിയ രക്തക്കുഴലുകളെ അത് വല്ലാതെ ചുരുക്കിക്കളയുമെന്നും ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വളരെ കുറഞ്ഞു പോകുമെന്നും. അപ്പോൾ നിങ്ങൾ ഒരു മിനറൽ ഗുളിക കഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഗുളികയിലെ മിനറലുകൾ രക്തത്തിലെത്തും, പക്ഷേ മുടിയുടെ ഫോളിക്കിളുകളിലേക്ക് രക്തം തന്നെ ഏറെക്കുറെ എത്തുന്നില്ല എന്ന സാഹചര്യത്തിൽ ശരീരത്തിന് ആ മിനറലുകൾ ഉപയോഗിക്കാനുള്ള ശേഷി, അതായത് ബയോ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. ഗുളികയിലെ പോഷകങ്ങൾ രക്തത്തിലെത്തിയാലും ആവശ്യമുള്ള ഭാഗത്തെത്തില്ല എന്ന് സാരം. ജീവനുള്ള ഭക്ഷണങ്ങൾ, അതായത് ഹോൾ ഫുഡ്സ് ഇതിന് മികച്ച പരിഹാരമാണ്. എങ്ങനെയെന്ന് നോക്കാം. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പോഷകം ഒറ്റയ്ക്കല്ല, 100 കണക്കിന് സഹായ സംയുക്തങ്ങൾ, ഫൈറ്റോ ന്യൂട്രിയൻസ്, ഫ്ലേവനോയിഡ്സ്, എൻസൈം എന്നിവ ഒരുമിച്ചുണ്ടാകും. ഇവയെല്ലാം ശരീരത്തിന്റെ പല വഴികളിലൂടെ, അതായത് മൾട്ടിപ്പിൾ അബ്സോർപ്ഷൻ പാത്വേസിലേക്കൂടി ആഗിരണം ചെയ്യപ്പെടുകയും രക്തക്കുഴലുകളെ അല്പം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതിനാൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായാലും പോഷകങ്ങൾ ഭാഗികമായെങ്കിലും ഫോളിക്കിളുകളിലെത്തും. പക്ഷേ ഗുളികയിലെ കൃത്രിമ വൈറ്റമിനുകൾ ഒറ്റയ്ക്ക് വരുന്നതിനാൽ ഒരു വഴി മാത്രമേ അവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയൂ. രക്തപ്രവാഹം കുറഞ്ഞാൽ അവയ്ക്കൊന്നും ചെയ്യാനാകില്ല. അതുകൊണ്ട് പ്രകൃതിദത്ത ഭക്ഷണമാണ് മുടിക്ക് യഥാർത്ഥ പോഷണം തരുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സിങ്കിന് മത്തങ്ങ വിത്ത്, എള്ള്, കാഷ്യൂനട്ട്, ബാദാം, ചണവിത്ത്, എല്ലാത്തിനും മുകളിലായി മില്ലറ്റുകൾ. കാറ്റലൈസ് എൻസൈമിനായി കാബേജ്, ബ്രൊക്കോളി, ചീരവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവയെല്ലാം കഴിക്കാം. ഗ്ലൂട്ടാത്തയോണിന് മഞ്ഞൾ, നെല്ലിക്ക, മുരിങ്ങയില എന്നിവയെല്ലാം ധാരാളമായി കഴിക്കാം. B12 വൈറ്റമിനായി പോസിറ്റീവ് മില്ലറ്റ് പുളിപ്പിച്ചുണ്ടാക്കുന്ന അമ്പലി എന്ന വിഭവമാണ് ഏറ്റവും നല്ലത്. കൂടാതെ നാടൻ പശുവിന്റെ ഏറ്റുപാലിൽ നിന്നും ഉണ്ടാക്കുന്ന തൈരും ആവശ്യത്തിന് B12 നൽകും. 4ാമത്തെ സ്റ്റെപ്പ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറു ചൂടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ച് തലയോട്ടി നന്നായി മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾ ഭൗതികമായി വികസിക്കുന്നു. ഇതിനെ വാസോ ഡയലേഷൻ എന്ന് പറയുന്നു. ഇതുവഴി തടസ്സങ്ങൾ മാറി സ്റ്റെപ്പ് 3ൽ കഴിച്ച ന്യൂട്രിയൻസ് ഫോളിക്കിളുകളിലേക്ക് കൃത്യമായി എത്തുന്നു. കൂടാതെ സ്പർശനത്തിലൂടെയുള്ള ഈ മസാജ് കോർട്ടിസോളിന്റെ അളവ് കൂടി കുറക്കുന്നു. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ക്ഷമയോടെ ചെയ്താൽ പുതിയ കറുത്ത മുടി വളർന്നു വരുന്നത് കാണാൻ കഴിയും.
ഇന്ന് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കി. നരച്ച മുടി നെർവസ് സിസ്റ്റത്തിന്റെ വാർണിംഗ് ലൈറ്റ് ആണ്. കാറിന്റെ ഡാഷ്ബോർഡിൽ ലൈറ്റ് കത്തിയാൽ നമ്മൾ എഞ്ചിൻ ചെക്ക് ചെയ്യും. ലൈറ്റിനെ ടേപ്പ് ഒട്ടിച്ച് മറക്കില്ല. മുടി നരക്കുമ്പോൾ സലൂണിൽ പോയി ഡൈ ചെയ്യുന്നത് ആ ലൈറ്റിനെ ടേപ്പ് ഒട്ടിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദിവസവും തള്ളിക്കളയുന്ന ആ ചെറിയ ലക്ഷണങ്ങൾ, തലവേദന, ദഹനക്കുറവ്, ഉറക്കമില്ലായ്മ, ഇവയും ശരീരം തരുന്ന മറ്റു വാർണിംഗ് സിഗ്നൽ ആയിരിക്കില്ലേ? നിങ്ങളുടെ ശരീരം നിരന്തരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ആരോഗ്യത്തിലേക്കുള്ള ആദ്യപടി. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.